ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. ഇവിടെ ഹോളി കമ്മ്യൂണിയനിലെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത്, എംബ്രോയ്ഡറി ഒക്കെ പഠിക്കുന്ന സമയത്തേ ഉള്ളൊരാഗ്രഹമായിരുന്നു. ഹോളി കമ്മ്യൂണിയന് ഇനിയും ഒരു 1 വീക്കോളം സമയമുണ്ട്. എന്നാലും ഞങ്ങളിതൊക്കെ ഒരു മാസം മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, മെറ്റീരിയലും മുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫ്രണ്ടിൽ യോക്ക് പാർട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് സമയം വേണമായിരുന്നു. ഓരോ ദിവസവും കിട്ടുന്ന ഫ്രീ ടൈം അനുസരിച്ച് കുറച്ചായിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഒന്നിച്ചിരുന്ന് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രീതിയിൽ ഡിസൈൻ ചെയ്യണം, ആ രീതിയിൽ ഡിസൈൻ ചെയ്യണം, അങ്ങനെയൊരു ഇതൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അന്നേരം തോന്നുന്നത് എന്താണോ ആ രീതിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് അന്നേരം കിട്ടിയ വൈറ്റ് കളർ ബീഡ്സൊക്കെ വെച്ച് അങ്ങനെ പ്രത്യേകിച്ചൊരു ഡിസൈനും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാണ്ടുള്ളൊരു വർക്കായിരുന്നു. പൊതുവേ ഞാൻ അങ്ങനെയാണ്, കാര്യമായിട്ടൊന്നും പ്ലാൻ ചെയ്യില്ല. അന്നേരം ചെയ്യുന്ന സമയത്ത് എന്താണോ മനസ്സിൽ തോന്നുന്നത് ആ രീതിയിൽ അങ്ങ് ചെയ്തു പോവുകയാണ്. ചെയ്ത് കഴിയുന്ന സമയത്ത് കാണുന്നവർക്കൊരു വാവ് ലുക്ക് തോന്നണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ആകെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള രീതിയിൽ പ്രാവിനെ ചെയ്തെടുക്കണം എന്നായിരുന്നു. ആ ഒരു ഇത് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഉള്ള ബീഡ്സൊക്കെ വെച്ച് എങ്ങനെയാണോ മനസ്സിൽ തോന്നുന്നത് ആ രീതിക്ക് കംപ്ലീറ്റ് കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഫ്ലവർ ചെയ്തെടുത്തു. അതിനുശേഷം അതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ലീഫ് പോലെ ചെയ്തെടുക്കുക ചെയ്തത്. കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിയാലും ഈ ഹാൻഡ് വർക്ക് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് 1-2 ദിവസത്തിനുള്ളിലൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഹാൻഡിൽ വെച്ചിട്ടുള്ള ചെറിയ ഹൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോഴേക്കും ഞാൻ ആരി സ്റ്റാൻഡിലാണ് പിന്നെ ചെയ്തത്. ചെയ്യുന്നത് ഓരോന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോൺ എൻ്റെ കയ്യിലുണ്ടാവില്ല. ഫോൺ കയ്യിൽ കിട്ടുന്ന നേരത്തിന് ഞാൻ അന്നേരം വീഡിയോ എടുക്കുന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. മുകളിലേക്ക്, അതായത് നെക്കിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴേന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും ഞാൻ സൂചി നൂലൊക്കെ മാറ്റി വെച്ചു. ഇനി വെറും മുത്തൊക്കെ വെച്ച് ഒന്ന് ഒട്ടിക്കണം. അതിന് ഞാൻ B700ൻ്റെ ഗ്ലൂ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നല്ല വൃത്തിക്കൊട്ടും ചെയ്യും, നല്ല ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ചോക്കിനെ കൊണ്ട് മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ടു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ മുത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഷൈനിങ്ങുള്ള മുത്തായിരുന്നു. അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ യോക്ക് പാർട്ടിലുള്ള വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിലേക്കാണ് നേരെ പോയത്. സ്റ്റിച്ചിങ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരുടേതിനെക്കാട്ടിലും എൻ്റേതായിരിക്കണം കുറച്ച് കൂടുതൽ ഭംഗി എന്ന് അവൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ് ലുക്കിലൊക്കെ ഫ്രോക്കിൽ നീളത്തിൽ ഇങ്ങനെ ബാക്കിലേക്ക് ക്ലോത്ത് കിടക്കുന്നത് പോലെ ഞാൻ ഒരു വർക്കുള്ള നെറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് നീളത്തിൽ ബാക്കിലേക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് ഗ്ലൗസ് ഞങ്ങൾ വാങ്ങാൻ പോയപ്പോഴൊക്കെ അതൊക്കെ സെറ്റിൻ്റെ കൂടെ കിട്ടത്തുള്ളൂ, സെപ്പറേറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും കൂടെ ചെയ്യേണ്ട ഒരു പണിയുണ്ടായിരുന്നു. ഹാൻഡ് ഗ്ലൗസ് ഞാൻ ചെയ്തിട്ടേ ഇല്ല, ആദ്യമായിട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടും മീഷോ ഒക്കെ നോക്കിയിട്ട് ഹാൻഡ് ഗ്ലൗസിൻ്റെ ഓരോ മോഡൽ നോക്കി അതുപോലെ ഒന്ന് ജസ്റ്റ് ചെയ്തെടുത്തു. ആദ്യം 1-2 വട്ടം ചെയ്തതൊക്കെ നന്നായിട്ട് ഫ്ലോപ്പായിപ്പോയി. പിന്നെ ലാസ്റ്റ് ചെയ്തത് അത്യാവശ്യം നല്ല ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്ലീവ്ലെസ് ആയിട്ടാണ് ഞാൻ ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു ബോറായിട്ട് തോന്നിയ സമയത്ത് ഇതുപോലെ ചെറിയ 2 ഹാങ്ങിങ് ഒക്കെ ചെയ്തു കൊടുത്തു. ഫ്രണ്ടിൽ വിയും ബാക്കിൽ സ്ക്വയർ നെക്കുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്തൂടെ ഞാൻ ബീഡ്സ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ സ്റ്റിച്ചിങ് പുറത്ത് കാണാതിരിക്കാനായിട്ട്. ഒട്ടിക്കുന്ന മുത്തൊക്കെ ബാക്കി വന്ന സമയത്ത് വേസ്റ്റ് ആക്കാണ്ട് പരമാവധി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഹോളി കമ്മ്യൂണിയൻ ഡേക്ക് നമ്മൾ ഈ ഫ്രോക്ക് ഇട്ടിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.